വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനായി നാം തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇന്നുള്ളത്. കഴിഞ്ഞ ഏതെങ്കിലും സമയത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെ കുറിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു രീതി നമുക്ക് നോക്കാം. അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ഉറങ്ങുക എന്ന് പറയുമ്പോൾ സ്ലീപ്പാണെന്ന് നമുക്കറിയാം. അതുപോലെ അവൻ പോകുകയായിരുന്നു, പോകുക എന്ന് പറയുമ്പോൾ ഗോ ആണെന്നറിയാം. പക്ഷേ പോകുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതെങ്കിലും സമയത്ത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് ING വെർബ് ഉപയോഗിക്കുന്നത്. ഇപ്പം പറയാണ് അവർ പോകുകയായിരുന്നു അല്ലെങ്കിൽ അവൻ പോകുകയായിരുന്നു. അവൻ ആണ്. ഹി വാസ് ഗോയിങ്. അവൻ പോകുക ആയിരുന്നു. ഹി വാസ് ഗോയിങ്. അവർ പോകുകയായിരുന്നു. They were going. ഞാൻ പോകുകയായിരുന്നു. I was going. നീ പോകുകയായിരുന്നു. You were going. ഇങ്ങനെ വാസും വേറും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിഞ്ഞ പ്രവൃത്തികളെ പറയാം. അപ്പം ഇവിടെ ഞാൻ പോകുകയായിരുന്നു അല്ലെങ്കിൽ അവൻ പോകുകയായിരുന്നു എന്നൊക്കെ പറയുമ്പം ഹി വാസ് ഗോയിങ് എന്ന് പറയും. എന്നാൽ അവൻ പോകുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താവും? അവൻ പോകുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വാസ് എന്ന ഓക്സിലിയറി വെർബിനോടൊപ്പം നോട്ട് ചേർത്തിട്ട് ഹി വാസ് നോട്ട് ഗോയിങ് എന്നാവും. അപ്പോൾ അതെന്താണ്? അവൻ പോകുകയായിരുന്നില്ല. അപ്പം അവൻ പോകുകയായിരുന്നോ എന്നാണെങ്കിൽ പോകുകയായിരുന്നോ എന്നാവുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആവും. ക്വസ്റ്റ്യൻ ആവുമ്പോൾ അവിടെ ഓക്സിലിയറി വെർബ് ആദ്യം ഉപയോഗിക്കണം. അപ്പോൾ വാസ് ഹി ഗോയിങ്? അവൻ പോവുകയായിരുന്നു. അവൻ പോകുകയായിരുന്നില്ല എന്നാണെങ്കിൽ ഈ ഹി വാസ് നോട്ട് ഗോയിങ് എന്നുള്ളതിലെ വാസ് നോട്ട് എടുത്ത് ആദ്യം എഴുതിയിട്ട് സെൻറ്റൻസ് അതുപോലെ എഴുതുക. അപ്പോൾ വാസ് നോട്ട് ഹി ഗോയിങ് എന്നായി മാറും. അപ്പോൾ അവൻ പോകുകയായിരുന്നു. ഹി വാസ് ഗോയിങ്. അവൻ പോകുകയായിരുന്നില്ല. ഹി വാസ് നോട്ട് ഗോയിങ്. അവൻ പോകുകയായിരുന്നു. വാസ് ഹി ഗോയിങ്? അവൻ പോകുകയായിരുന്നില്ലേ? wasn't he going? എത്ര പെട്ടെന്നാണ് നമ്മളിവിടെ ആ സെൻറ്റൻസുകൾ ഉപയോഗിച്ചതെന്ന് നോക്കൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ ഇതേ ഉപയോഗം തന്നെ, അതായത് ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ എഴുതി തന്നെ നമുക്ക് കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. അപ്പോൾ അത് ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു കാര്യം, അതിനോടൊപ്പം മറ്റൊരു ഷോർട്ടായിട്ടുള്ള ഒരു കാര്യം കൂടെ നടക്കുന്നെങ്കിൽ അത് രണ്ടുകൂടെ പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ സെൻറ്റൻസ് ഉപയോഗിക്കാം. നമുക്കതൊന്ന് നോക്കാം. ഇങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് ബാച്ചുകളുടെ ക്ലാസ്സുകളാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ ഒരു പ്രവൃത്തി നടന്നപ്പോൾ മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കുന്നതിനും ഈ ഒരെണ്ണം തന്നെ നമുക്ക് ഉപയോഗിക്കും. ഇപ്പം ഞാൻ പറയാണ്, ഇന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ എങ്ങനെ വരാം? ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ്? ഞാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ. അപ്പോൾ എങ്ങനെ വരും? വെൻ ഐ ഗോട്ട് അപ്പ് ദിസ് മോർണിംഗ്. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ ഗോട്ട് അപ്പ് ദിസ് മോർണിംഗ്. അത് നമുക്കിത് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് നോക്കൂ, ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം തന്നെ നമ്മൾ പറയുന്നത് മഴ പെയ്യുകയാണ്. അപ്പോൾ ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ്? വെൻ ഐ ഗോട്ട് അപ്പ് ദിസ് മോർണിംഗ്, അതായത് എണീറ്റപ്പോൾ. അപ്പോൾ അവിടെ എന്ത് വന്നു? ഡിഡ് വെർബ് വന്നു. ഓക്കെ ആണല്ലോ? അതിനകത്ത് സംശയമുണ്ടോ? അതായത് ആ കുട്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ വീണു. ആ കുട്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ വീണു. ദാറ്റ് ബോയ് വീണു, പെട്ടെന്ന് വീഴുക, ഫെൽ ഡൗൺ. എപ്പോഴാണ്? എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്? വൈൽ ഹി വാസ് റണ്ണിങ്. ഇല്ലെങ്കിൽ വെൻ ഹി വാസ് റണ്ണിങ് ദ ബോയ്
ഫെൽ ഡൗൺ. ആ കുട്ടി വീണു. അപ്പോൾ അത് പെട്ടെന്ന് നടന്ന പ്രവൃത്തിയാണ് കുട്ടി വീണത്. അതുപോലെ നോക്കൂ, ഫോൺ ബെൽ മുഴങ്ങിയപ്പോൾ ഞാൻ കുളിക്കുകയായിരുന്നു. വെൻ ദ ഫോൺ റാങ് ഐ വാസ് ഹാവിങ് എ ബാത്ത്. ഐ വാസ് ഹാവിങ് എ ബാത്ത്. അപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യം നടക്കുകയാണ് എന്ന് പറയാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈറ്റ് അണഞ്ഞു. ദ ലൈറ്റ് went out while we were having supper. Light went out എപ്പോഴാണ്? while we were having supper. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാം, ഞാനൊരു കത്തെഴുതിക്കൊണ്ടിരുന്നപ്പോൾ പുറത്തൊരു ശബ്ദം കേട്ടു. കത്തെഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ വെൻ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. വെൻ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ എന്ത് ചെയ്തു? ഐ ഹേഡ് എ ബിഗ് സൗണ്ട്. ഞാനൊരു വലിയ ശബ്ദം കേട്ടു. അതായത് രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ, അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ മറ്റൊരു കാര്യം. അപ്പോൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, അപ്പോൾ തന്നെ മറ്റൊരു കാര്യവും നടക്കുന്നു എന്ന് പറയുവാൻ, നടന്നിരുന്നു എന്ന് പറയുവാൻ നമുക്ക് ഈ പറഞ്ഞ വാസ് ഓർ വെയർ പ്ലസ് ing ഉപയോഗിക്കാം. അപ്പോൾ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ പറയും? ദ ഗേൾസ് വെയർ സ്റ്റഡിയിങ്. ദ ഗേൾസ് വെയർ സ്റ്റഡിയിങ്. അവിടെ തന്നെ നമ്മൾ 3-4 സെൻറ്റൻസുകൾ ഇപ്പോൾ ഉണ്ടാക്കി. പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. ദ ഗേൾസ് വെയർ നോട്ട് സ്റ്റഡിയിങ്. ആ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെയർ ദ ഗേൾസ് സ്റ്റഡിയിങ്. WERE വെയർ ദ ഗേൾസ് സ്റ്റഡിയിങ്. ആ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? വെയറൻറ്റ് അല്ലെങ്കിൽ വെയർ നോട്ട് ദ ഗേൾസ് സ്റ്റഡിയിങ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ പല കണക്കിനുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ നമ്മുടെ എക്സർസൈസാണ്. ആ എക്സർസൈസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്നലെ രാത്രി അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളും ഈ ആൻസേഴ്സും ഒക്കെ നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. തീർച്ചയായും നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി അറിയാത്തവർ ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.